എനിക്ക് ജോലി കിട്ടി. എനിക്ക് നിങ്ങളെ അമ്മ ഇനി നോക്കാൻ സമയമില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് നോക്കിട്ടോ. എന്തുവാടി ഈ പറയുന്നേ? നമ്മുടെ അമ്മേനെ നമ്മളല്ലാണ്ട് ആര് നോക്കാനാ? ഒരാൾ നിർത്തണമെങ്കിൽ എത്ര കാശ് ചെലവാകും? എന്നാ നിങ്ങൾ പെങ്ങള് നോക്കട്ടെ, അവളെയും കൂടെ അല്ലേ അമ്മ. എനിക്ക് എങ്ങനെ നോക്കാൻ പറ്റും? എന്റെ കുടുംബം തന്നെ എനിക്ക് നോക്കാൻ സമയമില്ല. അപ്പോഴാ വേണമെങ്കിൽ നിങ്ങൾ ആളെ നിർത്തി നോക്കിക്കും. അയ്യടാ, ആളെ വെച്ച് നോക്കാനാ. അപ്പൊ അവരുടെ ശമ്പളം നീ കൊടുക്കുവോ? അതെങ്ങനെ ഞാൻ കൊടുക്കും? എന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന്. ഈ പെട്ടിയില് നിങ്ങളുടെ രണ്ടുപേരുടെ നുണി വെച്ചിട്ടുണ്ട്. എടുത്തിട്ട് വെളിയിൽ പോടാ. ഇപ്പോഴും ഈ വീട് സ്ഥലവും എന്റെ പേരില്ല. നിങ്ങളെന്തിനാ എന്നെ നോക്കുന്ന? എന്നെ നോക്കാൻ എനിക്കറിയാം. അമ്മയുടെ പേരിലെ വീട് സ്ഥലവും ജോലി കിട്ടിയെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ഉള്ള കിടപ്പാടം പോയി. ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? ചേട്ടാ, ഞാൻ നീ നിന്റെ അമ്മയെ നോക്കി നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഇതാ ജനിപ്പിച്ചവരെ ഉപേക്ഷിക്കുന്നവർക്ക് പകരം ജനിപ്പിച്ചവർ മക്കളെ ഉപേക്ഷിച്ചാൽ എന്താവുമെന്ന് ചിന്തിക്കുക. വൃദ്ധസദനങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളോടുള്ള അമിത സ്നേഹത്താൽ വിധിയെ പഴിച്ച് ഇന്നും കഴിയുന്നതിന് മഹത്വം മക്കളൊക്കെ ഇനി എന്ന് മനസ്സിലാക്കും. ഇങ്ങനെ പലരും പറയാതിരുന്നത് അവരുടെ കഴിവുകേടല്ല, പകരം മക്കളോടുള്ള സ്നേഹവും സന്തോഷവും മാത്രം ആഗ്രഹിച്ചാണ്. ലോകത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി സ്നേഹം കൂടി വീഡിയോ സമർപ്പിക്കുക.